ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 5 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 6-7 ശ്ലോകങ്ങൾ ഒന്നിച്ച് നോക്കാം. 6-ാമത്തെ ശ്ലോകം. യേതു സർവാണി കർമാണി മയി സന്യസ്യ മൽപരാ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. 7-ാമത്തെ. തേഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. പാർത്ഥ, അല്ലയോ അർജുന, തു എന്നാൽ, യേ ആരാണോ, സർവാണി കർമാണി എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും, മയി സന്യസ്യ എന്നിൽ സമർപ്പിച്ച്, മത്പരാഹ എൻ്റെ ഭക്തരായി, അനന്യേന ഏവ യോഗേന ഏകാഗ്രബുദ്ധിയോടെ ഏകാഗ്രഭക്തിയോടെ, മാം ധ്യായന്തഃ എന്നെ ധ്യാനിച്ചുകൊണ്ട്, ഉപാസതേ ഉപാസിക്കുന്നത്, തേഷാം അവരെ, മൃത്യുസംസാരസാഗരാത് സംസാരസാഗരത്തിൽ നിന്ന്, അതായത് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന്, അഹം ഉദ്ധർത്ത ഉദ്ധരിക്കുന്നവനാകുന്നു ഞാൻ, മയി ആവേശിത ചേതസാം എന്നിൽ മനസ്സൂന്നിയവർക്ക്, ന ചിരാത് ഭവാമി അത് താമസം വിനാ സാധ്യമാകുന്നു, വേഗത്തിൽ ഈ മുക്തി സാധ്യമാകുന്നു. ഹേ അർജുന, എന്നാൽ ആരാണോ എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് എൻ്റെ ഭക്തരായി ഏകാഗ്ര ബുദ്ധിയോടെ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നത്, അവരെ ഈ സംസാരസാഗരത്തിൽ നിന്നും ഉദ്ധരിക്കുന്നവനാണ് ഞാൻ. എന്നിൽ മനസ്സൂന്നിയ അവർക്ക് ഈ മുക്തി വേഗത്തിൽ സാധ്യമാകുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത് ഈ 2 ശ്ലോകങ്ങളിലൂടെ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട്, സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച്, എന്നിൽ അചഞ്ചലമായി മനസ്സുറപ്പിച്ചുകൊണ്ട് ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ ഈ സംസാരസാഗരത്തിൽ നിന്നും കരകയറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഭക്തിമാർഗം പിന്തുടരുന്നവരെ ഇത്തരത്തിൽ വേഗത്തിൽ ഭഗവാൻ സംസാരസാഗരത്തിൽ നിന്നും കരകയറ്റും എന്നാണ് പറയുന്നത്. ഭക്തന്മാർ വളരെ ഭാഗ്യശാലികളാണ്. ഭഗവത് കൃപയാൽ സംസാരസാഗരം വേഗത്തിൽ തരണം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നു. അതായത് ഈ ജനന മരണ ചക്രത്തിൽ കിടന്ന് ഉഴലുന്ന മനുഷ്യനെ ഈ ചക്രത്തിൽ നിന്നും, ഈ സംസാരസാഗരത്തിൽ നിന്നും ഭഗവാൻ കരകയറ്റുന്നു. ജ്ഞാനിയാകട്ടെ, അതായത് ജ്ഞാനിയുടെ മാർഗം പിന്തുടരുന്നവരാകട്ടെ, കഠിനമായ വേദശാസ്ത്ര പഠനങ്ങളിലൂടെ ഭഗവത് തത്വം ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ധ്യാനം, യോഗം, തത്വചിന്തനം, യജ്ഞം ആദിയായ കർമ്മങ്ങളിൽ ഇവയിലൂടെ നിരാകാരനും നിർഗുണനുമായ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ യത്നിക്കുകയും ചെയ്യുന്നു. അതാണ് ജ്ഞാനിയുടെ ഒരു മാർഗം. കഠിനമായ വേദശാസ്ത്ര പഠനം,
അതിലൂടെ ഭഗവത് തത്വം ഗ്രഹിക്കാൻ ശ്രമിക്കുകയും ധ്യാനം, യോഗം, തത്വചിന്തനം, യജ്ഞാദി കർമ്മങ്ങൾ ഇവയിലൂടെ നിരാകാരനും നിർഗുണനുമായ ആ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുവാൻ യത്നിക്കുകയാണ് ജ്ഞാനികൾ ചെയ്യുന്നത്. ഈ അനുഷ്ഠാനങ്ങളിലൂടെ എല്ലാം ലഭിക്കുന്ന ഗുണങ്ങൾ കേവലം ശുദ്ധഭക്തി കൊണ്ട് മാത്രം ഭക്തന് ലഭിക്കുന്നു. ജ്ഞാനി ഈ കഠിനമായ എല്ലാം ചെയ്തിട്ട് എന്താണോ നേടുന്നത്, ആ ഗുണങ്ങൾ കേവലമായ ഭക്തി കൊണ്ട് മാത്രം ഭക്തന് ലഭിക്കുന്നു. അതായത് സർവസ്വവും ഈശ്വരനിൽ അർപ്പിച്ച് സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്ത് ഏകാഗ്രഭക്തിയോടെ ഭഗവാനെ ഉപാസിക്കുന്ന ഭക്തന് ഈ ജ്ഞാനി നേടുന്ന ഈ ഗുണങ്ങളെല്ലാം അനായാസേന ലഭിക്കുന്നു, ഭക്തി കൊണ്ട് മാത്രം ലഭിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ദൈനംദിന കർമ്മങ്ങൾ തന്നെ ഈശ്വരാർപ്പണമായി ചെയ്യുക മാത്രമേ ഭക്തന് വേണ്ടൂ. അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും സമർപ്പണ ബുദ്ധിയും ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭക്തിയുടെ മാർഗമാണ് അനായാസമായത്. സർവവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്ത് ജീവിക്കുക. അങ്ങനെ ഉപാസിക്കുന്നവരാണ് ഭക്തന്മാർ എന്ന് പറയുന്നത്. ആ ഭക്തിമാർഗമാണ് ജ്ഞാനമാർഗത്തേക്കാൾ എളുപ്പമായത്, അനായാസേന ലക്ഷ്യം പ്രാപിക്കുവാൻ ഉതകുന്നത്. ഇതാണ് ഭഗവാൻ ഈ 2 ശ്ലോകങ്ങളിലൂടെയും പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.